ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയ ലവ് ആൻഡ് ശുക്ല എന്ന ഒരു ബംഗാളി മൂവിയാണ്. സിനിമയുടെ തുടക്കത്തിൽ നായകനായ ശുക്ലയെ കാണിക്കുന്നു. നമ്മുടെ ഹീറോ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അതുപോലെ തന്നെ സോനാക്ഷി സിംഗിന്റെ ഒരു കട്ട ഫാൻ കൂടിയാണ്. അവന്റെ ഓട്ടോ നിറയെ അവളുടെ ഫോട്ടോസ് എല്ലാം ഒട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവന്റെ ഓട്ടോയിലേക്ക് ഒരു പാസഞ്ചർ വന്ന് കയറുന്നു. എന്നിട്ട് അയാൾ തനിക്ക് പോകേണ്ട സ്ഥലം പറയുന്നു. എന്നാൽ ഹീറോ ആണെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ലെന്ന് പറയാണ്. അപ്പോൾ അയാൾ തനിക്ക് അർജന്റായിട്ട് അവിടെ എത്തണം, കാരണം തന്റെ അമ്മ ഹോസ്പിറ്റലാണെന്ന് അയാൾ പറയുന്നു. എന്നാൽ ഹീറോ ആണെങ്കിൽ അവിടെ നിന്നും റിട്ടേൺ വരുമ്പോൾ തനിക്ക് കസ്റ്റമർ ഒന്നും കാണില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ ഓട്ടോയിലുള്ള ആൾ പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് തരാം. വേറെ വഴിയില്ലാതെ ഹീറോ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവിടുന്നു. അയാൾ ഓട്ടോ ചാർജ് എത്രയാണെന്ന് ചോദിക്കുന്നു. ഹീറോ 400 രൂപയാണെന്ന് പറയുന്നു. അപ്പോൾ ആ പാസഞ്ചർ പറയുന്നു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ആയിട്ട് ടോട്ടൽ 1000 രൂപ തരാമെന്ന്. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യൂ, അതാണ് എന്റെ ഫ്ലാറ്റ്, ഞാൻ പോയി ക്യാഷ് എടുത്തിട്ട് വരാമെന്ന് അയാൾ പറയുന്നു. അപ്പോൾ ഹീറോ ആണെങ്കിൽ ഓക്കെ, പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വരാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് അവൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. കുറെ നേരമായിട്ടും അയാളെ കാണാത്തോണ്ട് ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് കരുതി ഹീറോ അടുത്തുള്ള ചായക്കടയിലേക്ക് പോകുന്നു. അപ്പോൾ ആ ചായക്കടക്കാരൻ ഹീറോയിനോട് ചോദിക്കുന്നു, ഇന്ന് തന്നെയാണോ പറ്റിച്ചത്? ഇതുപോലെ തന്നെ അവൻ എല്ലാ ദിവസവും ഒരു ഓട്ടോക്കാരെയും പറ്റിക്കും, അതും അവന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട്. അതെല്ലാം കേട്ടപ്പോൾ ഹീറോയ്ക്ക് അവൻ പറ്റിക്കപ്പെട്ടു എന്ന കാര്യം മനസ്സിലായി. അങ്ങനെ അന്ന് രാത്രി ഹീറോ ഫ്രണ്ട്സിനൊപ്പം സംസാരിച്ചിരിക്കുകയാണ്. ഹീറോന്റെ കല്യാണം അടുത്ത് വരാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ അവന് നല്ല അഡ്വൈസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ ഹീറോന്റെ കല്യാണം കഴിയാണ്. ഹീറോ താമസിക്കുന്ന വീടിന് പ്രത്യേകിച്ച് റൂമൊന്നും ഉണ്ടായിരുന്നില്ല. ഹീറോയും അച്ഛനും അമ്മയും മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. കൂടാതെ ഹീറോയ്ക്ക് ഒരു പെങ്ങൾ കൂടിയുണ്ട്. അവളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഹീറോന്റെ വിവാഹം കഴിഞ്ഞ് ഹീറോ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഹീറോയിന്റെ അമ്മ അവന്റെ ഭാര്യയോട് എല്ലാവർക്കും ചായ വെക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അവൻ പറയുന്നു, അവൾ ഇന്ന് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അവൾക്ക് സാധനങ്ങളെല്ലാം എവിടെയാണെന്നൊക്കെ അറിയില്ലല്ലോ, അതുകൊണ്ട് അമ്മയ്ക്ക് തന്നെ ചായ വെച്ചൂടെ എന്ന് അവൻ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് പോയി ചായ ഇട്ടൂടെ, കുറെ നാളായിട്ട് നീ ഇവിടെ ഉള്ളതല്ലേ എന്ന് അവന്റെ അമ്മ അവനെ നോക്കി പറയുന്നു. അങ്ങനെ ഹീറോയിന്റെ ഭാര്യ ചായ ഇടാൻ പോകുന്നു. അവൾക്ക് സാധനങ്ങളെല്ലാം എവിടെയാണ് ഇരിക്കുന്നതെന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഹീറോ അതെല്ലാം നോക്കി നിൽക്കുന്നു. ആ സമയം അച്ഛനും അമ്മയും ടിവിയിൽ സീരിയൽ കാണുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഹീറോന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. എന്നാൽ അച്ഛനും അമ്മയും ഹാളിൽ ടിവി കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ, നിങ്ങൾ രണ്ടാളും ടിവി കണ്ടോണ്ടിരിക്കുകയാണോ, ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവന്റെ അമ്മ പറയുന്നു, നിന്റെ കാര്യമൊന്നും കുറച്ച് നാളത്തേക്ക് നടക്കില്ല, വേഗം തന്നെ വീട് പണി നോക്കാൻ വേണ്ടി പറയുന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഹീറോ ഭാര്യയെ ടച്ച് ചെയ്തതും അവൾ വല്ലാതെ നെർവസ് ആകുന്നു. ആ ശബ്ദം കേട്ട് അമ്മ എഴുന്നേൽക്കുന്നു. എന്നിട്ട് എന്ത് പറ്റിയെന്ന് അവളോട് ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ കിടക്കുന്നു. പക്ഷെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. എന്നിട്ട് അമ്മ അവളെ അമ്മയുടെ അടുത്തേക്ക് കടത്തുന്നു. അങ്ങനെ അടുത്ത ദിവസം ആവുന്നു. ഇപ്പോഴും അച്ഛനും അമ്മയും ടിവി കണ്ടോണ്ടിരിക്കുകയാണ്. അവന്റെ വൈഫാണ് ഇപ്പോൾ അവിടെ ചായ വെക്കുന്നത് തൊട്ട് എല്ലാ ജോലികളും ചെയ്യുന്നത്. ഹീറോ അവളെ നോക്കുമ്പോൾ അവൾക്ക് നാണം വരുന്നു. ആ സമയം ഡോറിനാരോ തട്ടുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ അത് ഹീറോയിന്റെ സിസ്റ്റർ ആണ്. അവളിപ്പോൾ വന്നിരിക്കുന്നത് അവളുടെ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ടിട്ടാണ്. ഇതിലും കൂടുതൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാത്തതിന് അമ്മായിമ്മ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറയാണ്. അത് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ഹസ്ബൻഡ് എന്നെ അടിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഞാൻ വല്ല ജോലിക്കും പോയിക്കൊള്ളാമെന്ന് അവൾ പറയുന്നു. അപ്പോൾ ഹീറോ പറയാണ്, ഇത് നിന്റെയും കൂടി വീടാണ്, നിനക്ക് എത്ര നാള് വേണമെങ്കിലും ഇവിടെ താമസിക്കാം, അതൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് അവൻ ചോദിക്കുന്നു. അപ്പോൾ അവന്റെ അമ്മ പറയും, പ്രശ്നം എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഇവളെ ഇവിടുന്ന് വിടുന്നില്ല, അവൻ ഇവിടെ വന്ന് ക്ഷമ ചോദിക്കട്ടെ. അപ്പോൾ ഹീറോയും ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പോൾ മുഴുവൻ ഫാമിലിയും ഇരുന്ന് ടിവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹീറോ മാത്രം ജോലിക്ക് പോകുന്നു. ഇപ്പോൾ അവൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ അവന്റെ ഭാര്യയെ കണ്ടിട്ട് പോകുന്നു. ഹീറോ ഓടിക്കുന്ന ഓട്ടോ വാടകയ്ക്കാണ്. അവൻ ഓണറിന്റെ അടുത്ത് പോയി താക്കോൽ മേടിക്കുന്നു. അപ്പോൾ ആ ഓണർ അവനോട് പറയും, വണ്ടിയിൽ ഇനിയും ആ സിനിമ നടിയുടെ സ്റ്റിക്കർ ഒന്നും ഒട്ടിക്കല്ലേ, നിന്റെ വൈഫ് കണ്ടാൽ ചിലപ്പോൾ പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഹീറോ ജോലി ചെയ്യുന്നതാണ്. ഓരോ പാസഞ്ചറും മാറി മാറി വരുമ്പോഴും അവർക്ക് പറയാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഓരോ ജീവിത പ്രശ്നങ്ങളും കേട്ടുകൊണ്ട് ഹീറോ വണ്ടി ഓടിക്കുന്നു. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ ഹീറോയുടെ വീട് കാണിക്കുന്നു. ഹീറോയുടെ വീട്ടിലിപ്പോൾ അവന്റെ അമ്മ അവന്റെ അനുജത്തിയെ നന്നായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഹീറോ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു. ആ കോൾ എടുക്കുന്നത് അവന്റെ വൈഫായിരുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഇന്നലെ നീ ഭയങ്കര നെർവസ് ആയിരുന്നില്ലേ, എല്ലാത്തിനും ഞാനാണ് കാരണം, എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇന്ന് നൈറ്റ് വരുമ്പോൾ ഞാൻ നിനക്ക് എന്താണ് വാങ്ങിച്ചു വരേണ്ടതെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് അമ്മ ഫോൺ വാങ്ങിച്ചിട്ട് ആദ്യം നീ പരിപ്പും പഞ്ചസാരയും വാങ്ങിച്ചിട്ട് വരൂ എന്ന് പറയുന്നു. ഹീറോ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയുന്നു. അന്ന് രാത്രി ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ ഭാര്യ ആലോചിച്ചുകൊണ്ടാണ് വരുന്നത്. അന്ന് രാത്രി എല്ലാവരും കിടക്കുമ്പോൾ അവരുടെ അടുത്തായി 3 സ്യൂട്ട് കേസ് വെച്ച് ഡിവൈഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഹീറോ തന്റെ ഭാര്യയുമായി ഇന്റിമേറ്റ് ആവാൻ പോകുന്ന സമയം പെട്ടെന്ന് അവന്റെ അനുജത്തി ഉറക്കത്തിൽ എഴുന്നേറ്റ് കരയുന്നു. ഉടനെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അവൾ ഞാനൊരു മോശം സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. എല്ലാവരും അവളെ ആശ്വസിപ്പിച്ച് കിടത്തുന്നു. പിറ്റേ ദിവസം രാവിലെ ഹീറോ ജോലിക്ക് പോകുന്ന സമയത്ത് ഹീറോന്റെ അമ്മ തൊട്ടടുത്ത നെയ്ബറിന്റെ അടുത്ത് പറയുന്നു, ഞാൻ ഇന്ന് മാർക്കറ്റ് വരെ പോവാണ്, എന്റെ മരുമകൾ മാത്രമാണ് വീട്ടിലുണ്ടാവുക, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഹീറോ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൻ പോയി ഭാര്യയ്ക്ക് വേണ്ട ഗിഫ്റ്റ് എല്ലാം മേടിക്കുന്നു. എന്നിട്ട് അവൻ വീട്ടിലേക്ക് വരുന്നു. ആ സമയം ഭാര്യയുടെ കൂടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അവരോട് പറയുന്നു, വളരെ നന്ദി, ഇനിയിപ്പോൾ നിങ്ങൾ പോയിക്കോളൂ, ഞാനും അവളും കൂടി പുറത്തു പോവുകയാണ്. അവരും ഓക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു.
അപ്പോൾ ഇത്രയും നല്ല ഭാര്യയെ കിട്ടിയതിൽ നീ ഭാഗ്യവാനാണെന്നൊക്കെ അവർ ഹീറോയിനോട് പറയുന്നു. അങ്ങനെ അവർ പോയ ശേഷം ഹീറോ അവളെയും കൂട്ടി പുറത്തേക്ക് പോവാണ്. അങ്ങനെ അവർ ഒരു ലോഡ്ജിലെത്തി റൂം എടുക്കുന്നു. അവരെ കണ്ട മാനേജർ ആണെങ്കിൽ അവരെ തെറ്റിദ്ധരിക്കുന്നു. റൂമിന്റെ വാടകയാണെങ്കിൽ കൂട്ടി ചോദിക്കുന്നു. വേറെ വഴിയില്ലാതെ ഹീറോ റൂം എടുക്കുന്നു. അങ്ങനെ അവളെ റൂമിൽ ഇരുത്തിയിട്ട് 2 മിനിറ്റിനുള്ളിൽ താൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഹീറോ പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് അവൻ നേരത്തെ വാങ്ങി വെച്ച ഗിഫ്റ്റ് എല്ലാം എടുത്ത് കൊണ്ടുവരുന്നു. എന്നിട്ട് അവൾക്ക് കൊടുക്കുന്നു. അതിൽ എന്താണെന്നൊക്കെ അവൾ നോക്കുന്നു. ഹീറോ, ഞാൻ കുറച്ച് സമയം നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്കൊന്നും ഓപ്പണായി സംസാരിക്കാൻ കൂടി കഴിയില്ല. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ നോക്കും. ഇപ്പോൾ എന്റെ സിസ്റ്ററിന് വന്ന അവസ്ഥയൊന്നും എന്തായാലും നിനക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് അവൻ അവൾക്ക് വാങ്ങി വെച്ച ഗിഫ്റ്റ് എല്ലാം അവൾക്ക് കൊടുക്കുന്നു. അതിലുണ്ടായിരുന്ന വളയെല്ലാം അവളുടെ കയ്യിലിട്ട് കൊടുത്ത് അവളെ അവൻ കിസ് ചെയ്യുന്നു. ആ സമയം ഡോറിൽ ആരോ മുട്ടുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ അത് പോലീസ് ആയിരുന്നു. ഹീറോയെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവളെ എവിടെ നിന്ന് കിട്ടിയെന്ന് പോലീസ് ചോദിക്കുന്നു. അപ്പോൾ ഹീറോ ഇതെന്റെ വൈഫാണെന്ന് പറയുന്നു. എന്നാൽ അവർ അതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലീസ് നീ കള്ളം പറയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവനെ അടിക്കുന്നു. അപ്പോൾ അവൻ അവന്റെ ഫോണിലുണ്ടായിരുന്ന അവരുടെ വെഡിങ് ഫോട്ടോസ് എല്ലാം തെളിവിനായി കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് പോലീസിന് വിശ്വാസമാവുന്നത്. എന്നിട്ട് ഭാര്യ ആരെങ്കിലും ലോഡ്ജ് മുറിയിൽ കൊണ്ടുവരുമോ എന്നൊക്കെ പോലീസ് ചോദിക്കുന്നു. ഹീറോ വേഗം തന്നെ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവന്റെ സിസ്റ്റർ അവന്റെ ഭാര്യയെ കണ്ടിട്ട് നീ എന്താ പുതിയ ഡ്രസ്സ് എല്ലാം ഇട്ടിരിക്കുന്നത്, ഒരുപാട് വളയെല്ലാം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. കൂടാതെ പെർഫ്യൂം എല്ലാം അടിച്ചിട്ടുണ്ടല്ലോ, ഇതെല്ലാം ഇവൻ വാങ്ങി തന്നതായിരിക്കുമല്ലേ, ഇവൻ ഇതുവരെ എനിക്ക് ഇതൊന്നും വാങ്ങി തന്നിട്ടില്ല എന്നൊക്കെ അവൾ പറയുന്നു. അതിനുശേഷം രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് ഹീറോ ചെന്ന് നോക്കുമ്പോൾ അവന്റെ ഭാര്യയിൽ നിന്ന് നടന്ന കാര്യം എല്ലാം ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ഹീറോ ജോലിക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവന്റെ വണ്ടിയിൽ ഒരു പെണ്ണ് കയറുന്നു. അവളെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവൾ അവന് 2000 രൂപ കൊടുക്കുന്നു. അവൻ ചേഞ്ച് ഇല്ല എന്ന് പറയുമ്പോൾ ആ പെണ്ണ് ചേഞ്ച് തരേണ്ടത് നിങ്ങളുടെ ജോലിയല്ലേ, അത് മേഡം പറഞ്ഞത് കറക്റ്റ് ആണ്, പക്ഷെ എന്റെ കയ്യിൽ അത്രയും പണമില്ല എന്ന് അവൻ പറയുന്നു. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ താനൊരു ഫ്രോഡാണെന്ന്, നിന്റെ വണ്ടിയിൽ ഒട്ടിച്ചിരിക്കുന്ന പണം കണ്ടാലേ അറിയാം. അവൾ പറയുന്നതെല്ലാം കേട്ട് ആളുകൾ കൂടാൻ തുടങ്ങി. ഒരു തെറ്റും ചെയ്യാത്ത ഹീറോ ഇതെല്ലാം കേൾക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് അവൻ വിഷമിക്കുന്നു. അവിടെ ഹീറോന്റെ അമ്മയും പെങ്ങളും അവന്റെ ഭാര്യയും കൂടി മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. പച്ചക്കറിയെല്ലാം നോക്കി വാങ്ങണമെന്നൊക്കെ അമ്മ അവന്റെ വൈഫിന് പറഞ്ഞു കൊടുക്കുന്നു. അമ്മ ഒന്ന് മാറിയപ്പോൾ അവന്റെ പെങ്ങളാണെങ്കിൽ നീ എത്ര ഭാഗ്യവതിയാണ്, നിനക്ക് നല്ല ഭർത്താവിനെയും വീട്ടുകാരെയുമാണ് കിട്ടിയത്, പോരാതിന് അവൻ നിനക്ക് വേണ്ടി ടൈമെല്ലാം മാറ്റിവെക്കുന്നുണ്ടല്ലോ. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇതുപോലെ ഒന്നുമല്ല, നീ ഭാഗ്യവതിയാണെന്നൊക്കെ അവൾ പറയുന്നു. ആ സമയം ഹീറോ ആണെങ്കിൽ ഓട്ടോയിലുണ്ടായിരുന്ന സ്റ്റിക്കർ എല്ലാം ദേഷ്യം പിടിച്ച് പൊളിച്ചു കളയുകയാണ്. അന്ന് രാത്രി അവന്റെ ഫ്രണ്ട്സിനൊപ്പം ചേർന്ന് അവൻ മദ്യപിക്കുന്നു. അവന്റെ വിഷമങ്ങളെല്ലാം അവരോട് ഷെയർ ചെയ്യുന്നു. അവന് നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ, അതുകൊണ്ട് നന്നായി ചിന്തിച്ച് നീ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ കുടിച്ച് ഫിറ്റായി വീട്ടിൽ ചെന്ന് കയറുന്നു. അപ്പോൾ അവന്റെ അമ്മ നീ എന്താ കുടിച്ചു വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവൻ ഇനി എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും വരാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവന്റെ സിസ്റ്റർ ആണെങ്കിൽ അവന്റെ ഭാര്യയോട് അവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറയുന്നു. അപ്പോഴേക്ക് ഹീറോ ചേച്ചിയോട് ദേഷ്യപ്പെടുന്നു. നീ ആദ്യം പോയി നിന്റെ ഹസ്ബൻഡിന് ഭക്ഷണം കൊടുക്ക്, നീ എന്തിനാണ് ഇവിടുത്തെ കാര്യത്തിൽ ഇടപെടുന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും അവന്റെ അമ്മ നീ എന്ത് ധൈര്യത്തിലാണ് എന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അവന്റെ സിസ്റ്റർ അവന്റെ ഭാര്യയോട് പറയുന്നു നീ പോയി അവന് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്ക്. അത് കേട്ട് ഹീറോ ഭാര്യയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് സിസ്റ്ററിനോട് നിനക്കെന്താ വെള്ളം എടുത്തു തരാൻ വയ്യേ, ചിലപ്പോൾ നീ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നിന്റെ ഹസ്ബൻഡ് നിന്നെ ഇറക്കി വിടുന്നൊക്കെ അവൻ പറയുന്നു. അപ്പോൾ അവന്റെ അമ്മ നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുന്നു. ആ സമയം അവന്റെ അച്ഛൻ അവന് കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കുന്നു. അച്ഛനെ കണ്ട് അവൻ അച്ഛന് സെല്യൂട്ട് അടിക്കുന്നു. പിറ്റേ ദിവസമായപ്പോൾ അവന്റെ അമ്മ അവനെ വല്ലാതെ കുറ്റപ്പെടുത്തുന്നു. ശേഷം അവൻ ബാൽക്കണിയിൽ പോയിരിക്കുന്നു. ആ സമയം അവന്റെ സിസ്റ്റർ റോഡിലൂടെ നടന്നു പോകുന്നത് കാണുന്നു. അവളെ ഹീറോ ഫോളോ ചെയ്ത് പോകുമ്പോൾ അവൾ പോകുന്നത് റെയിൽവേ ട്രാക്കിലേക്കാണ്. ട്രാക്കിലിരുന്നു കൊണ്ട് അവൾ ഫോൺ ചെയ്യാൻ തുടങ്ങി. ഹീറോ അടുത്ത് ചെന്ന് നീ ആർക്കാണ് ഫോൺ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ദേഷ്യത്തോടെ അവൾ ഞാൻ എന്റെ ഹസ്ബൻഡിനാണ് ഫോൺ ചെയ്യുന്നത്, എന്താ അതിന് ഞാൻ നിന്റെ അനുവാദം ചോദിക്കണോ എന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നു. ഇന്നലെ നീ എന്റെ അടുത്ത് എന്താണ് സംസാരിച്ചതെന്ന് ഓർമ്മയുണ്ടെന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ അവൻ ഇന്നലെ നടന്ന കാര്യമൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. നിന്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി, അതൊക്കെ പോയിട്ട് ഞാൻ നിന്റെ ഹസ്ബൻഡിനെ കണ്ട് സംസാരിക്കാം, നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെങ്കിലും ഞാൻ അത് സോൾവ് ചെയ്തു തരാം എന്നൊക്കെ അവൻ പറയുന്നു. പിറ്റേ ദിവസം ഹീറോ സിസ്റ്ററിന്റെ ഭർത്താവിനെ കണ്ട് സംസാരിക്കുന്നു. അവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആണ്. അതുകൊണ്ട് ഒരു കുഞ്ഞു കൂടി അവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലവ് കൂടുമെന്നത് കൊണ്ടായിരുന്നു ഇപ്പോൾ ഒരു കുഞ്ഞു വേണ്ടാമെന്ന് അവർ തീരുമാനിച്ചത്. ഈ കാര്യം അവളുടെ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഹീറോ അവനോട് പറയുന്നു. പിറ്റേ ദിവസം സിസ്റ്ററെ കാണാൻ അവളുടെ ഹസ്ബൻഡ് വരുന്നു. അവളോട് സോറിയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോന്റെ അമ്മ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അയാൾ സിസ്റ്ററിനോട് നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. അങ്ങനെ സിസ്റ്റർ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുന്നു. അന്ന് രാത്രി ഹീറോ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് കാണുകയാണ്. ഹീറോ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവിടുന്നു. അവർ 3 പേരുണ്ടായിരുന്നു. ആളില്ലാത്ത സ്ഥലം എത്തിയപ്പോൾ അവർ ഹീറോയെ വല്ലാതെ ഉപദ്രവിക്കുന്നു. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം അവർ അടിച്ചു മാറ്റുന്നു. ശേഷം അവർ ഹീറോയെ അടിച്ചു വീഴ്ത്തി ആ പണവുമായി പോകുന്നു. ആ അടിയെല്ലാം കൊണ്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അതെല്ലാം കണ്ട് അവന്റെ വൈഫ് അവന് മരുന്നെല്ലാം വെച്ചു കൊടുത്ത് സങ്കടപ്പെട്ട് കരയാണ്. അവൻ കരയാൻ മാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ നോക്കി ചിരിക്കുന്നു. ഇത്രയും പരുക്ക് പറ്റിയിട്ട് നിങ്ങൾ ചിരിക്കാണോ എന്ന് അവൾ ചോദിക്കുന്നു. എനിക്ക് ഡ്രോയിങ് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായതെന്ന് അവൾ ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാമെന്ന് അവൻ പറയുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈമായി അവൾ അവനെ കിസ് ചെയ്യുന്നു.
അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും ചേർന്ന് TV കാണാതെ സംസാരിച്ചിരിക്കുകയാണ്. കൂടുതൽ സമയവും ഫാമിലിയുമായി സംസാരിച്ചിരിക്കാനാണ് അവരെല്ലാവരും ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ബീച്ചിൽ പോകുന്നു. അവിടെ വെച്ച് അവർ ഒരുപാട് നേരം മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ. എന്നാൽ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും വളരെ നല്ല ആളുകളാണെന്നൊക്കെ അവൾ പറയുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സും ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. അപ്പോൾ അവൻ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഭ്രാന്താണെന്ന് പറയുന്നു. അങ്ങനെ അത് കേട്ട് അവൾ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ എൻഡ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.